സാറേ, നമ്മുടെ കാഷ്വാലിറ്റിയിൽ സ്ഥിരമായി വരുന്ന ഒരു അസുഖമാണ് പനിയോട് കൂടിയുള്ള അപസ്മാരം. പലരും പലതാണ് അതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇനീഷ്യലി ചെയ്യാറ്. നമുക്ക് അതിന്റെ ഒരു പ്രാഥമിക ചികിത്സയായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് പനിയുടെ കൂടെയുള്ള അപസ്മാരം കാണപ്പെടാറ്. ഒരു കുട്ടിക്ക് ഇങ്ങനെ അപസ്മാരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കുട്ടിയുടെ സേഫ് ഏരിയയിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. കുട്ടി ചിലപ്പോൾ കളിക്കുന്ന സമയത്തോ ബാത്റൂമുള്ള സമയത്തോ ഒക്കെ ആയിരിക്കും അപസ്മാരം വരുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടിയെ സേഫ് ഏരിയയിലോട്ട് മാറ്റുക. മേ ബി സോഫയോ അല്ലെങ്കിൽ ഒരു നിരന്ന ഒരു പ്രതലത്തിലോട്ട് കിടത്തുക. കിടത്തുന്ന സമയത്ത് ഒരു ഭാഗം ചരിച്ച് കിടത്തുക. ഇത് കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന സെക്രീഷൻസും അല്ലെങ്കിൽ ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴുകി പോകാനും ശ്വാസതടസ്സം ഇല്ലാതിരിക്കാനും സഹായിക്കും. അതുപോലെ കുട്ടിയുടെ വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൈയിട്ടെടുത്ത് കളയേണ്ടതാണ്. ഇതും ശ്വാസതടസ്സം ഇല്ലാതിരിക്കാൻ സഹായിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇമ്മീഡിയറ്റ് കെയർ ടേക്കേഴ്സ് ആയിട്ടുള്ള പാരൻസ് ഒരിക്കലും പാനിക് ആവാൻ പാടില്ല. കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുക, സ്റ്റേ കാം. സാധാരണ 5 മിനിറ്റിനുള്ളിൽ ഈ അപസ്മാരം കൺട്രോൾ ആവാറുണ്ട്. ഒരിക്കലും തന്നെ അപസ്മാരം വന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയെ മരുന്ന് കുടിപ്പിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിപ്പിക്കാനോ അല്ലെങ്കിൽ തലയോടെ വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ ചിലരെ പിടിച്ച് കുലുക്കുന്നത് കാണാം, അതൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വായിക്കൂടെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്വാസതടസ്സം സൃഷ്ടിക്കാനും കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാവാൻ കാരണമാവും. കുട്ടിക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ബട്ടൺസ് ഒക്കെ ലൂസൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. അപസ്മാരം എത്ര സമയം നീണ്ടു നിന്ന് എന്നത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ കുട്ടിക്ക് എന്തെങ്കിലും നമ്മൾ അപസ്മാരം വരുന്ന സമയത്ത് തലയോ അല്ലെങ്കിൽ കാലോ എവിടെയെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സിലൊന്നും അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതെല്ലാം ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ അപസ്മാരം അടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ അപസ്മാരം പിടിച്ചു വെക്കാൻ പാടില്ല. കുട്ടിയെ ഫ്രീ ആയിട്ട് തന്നെ വിടണം. യൂഷ്വലി 5 മിനിറ്റുള്ള അപസ്മാരം കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടാവുന്നതാണ്. അവിടെ നിന്ന് ഈ അപസ്മാരം എന്തുകൊണ്ട് വന്നു എന്നുള്ള ആഫ്റ്റർ വർക്കപ്പ് ചെയ്യാൻ സഹായിക്കും. ഇനി 5 മിനിറ്റ്സിൽ അപസ്മാരം കൺട്രോൾ ആയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. അവിടെ നിന്ന് അത് കൺട്രോൾ ആവാനുള്ള മെഡിസിൻ കൊടുക്കുവാനും കൂടുതൽ ട്രീറ്റ്മെൻറ്റിനും സഹായിക്കും. ഇത്രയാണ് ഒരു അപസ്മാരം വന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡും ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും.